ആദ്യമായിട്ടാണ് എറണാകുളത്ത് പ്രസംഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വായിക്കപ്പെടുന്നത് പോലും. നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ റെവലേഷൻസ് റിവീൽ ചെയ്യുവാൻ. ലൂക്ക് ചാപ്റ്റർ 1 17 വാക്യം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഹല്ലേലൂയ. ഇത് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള, ജോൺ ദി ബാപ്റ്റിസ്റ്റ്, സക്കറിയാവിന്റെയും എൽസബത്തിന്റെയും മകനായ വാഗ്ദത്ത സന്തതിയായ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. എന്താണ് ആ പ്രവചനം? അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വാക്ക് മാത്രം ആദ്യം പറയാം. പ്രിപ്പയറിംഗ് എ പീപ്പിൾ പ്രിപ്പയർഡ് ഫോർ ദ ലോർഡ്. ഒരുക്കമുള്ള ജനത്തെ കർത്താവിനായി ഒരുക്കാൻ. എല്ലാവരെയും അല്ല, ഒരുക്കമുള്ള ഒരു ജനത്തെ, ഒരുക്കമുള്ള ഒരു ജനതയെ ദൈവത്തിന് വേണ്ടി ഒരുക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവീക സമയത്ത് ഈ ഭൂമിയിൽ ഏലിയാവിന്റെ ആത്മാവോടും ആ ശക്തിയോടും കൂടെ ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഒരു വലിയ തിരിവിനെ കൊണ്ടുവന്നു. ആ വാക്കും അവിടെയുണ്ട്, ജനങ്ങളെ തിരിച്ചു എന്നൊരു വാക്ക്. ഒരു വലിയ തിരിവിനെ കൊണ്ടുവരുവാൻ, ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവോടെ ശക്തിയോടെ. ഇപ്പോ ഇതൊരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു ദൈവാലോചന ആയതിനാൽ, എന്നാൽ ഈ വാക്യം ഇന്ന് ഈ ആരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യവും ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നവരിലും ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരിലും ഇനി ഇത് പിന്നെ എപ്പോഴെങ്കിലും ഈ വീഡിയോ, ഈ മെസ്സേജ് കാണാൻ പോകുന്നവരിലും ഒക്കെ ഒരു ഭയങ്കര ഡെലിവറൻസിനെ കൊണ്ടുവരുവാൻ ഇത് ആത്മതലത്തിൽ കർത്താവ് ഇതിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പറയുന്ന വാക്കും നമ്മളുടെ ആശയങ്ങളും നമ്മൾ എഴുതി വെച്ചതുമൊക്കെ അത് മാനുഷികമായ പരിമിതികളിൽ നിൽക്കുമ്പോൾ ഇതിനെ ഇന്ന് ഈ വാക്യത്തെ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു റിലമുണ്ട്. ഈ വേർഡിനെ പരിശുദ്ധാത്മാവ് ഇന്ന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും വിവേചിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലേക്ക് ഇന്ന് പകലിൽ പകരുവാനിടയാകും. ഇന്ന് ഈ ആരാധനയിൽ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ദൈവം തന്നൊരു വാക്ക് ഞാൻ പറയാം. ഒരുക്കപ്പെട്ടത് വിളമ്പുന്ന പകലായിരിക്കും. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ചിലത്, നിനക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുന്ന ചിലത്. ഒരപ്പൻ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും, ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി ആ കുഞ്ഞുങ്ങൾ വരുമ്പോൾ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുന്നത് പോലെ ഹെവനിൽ പ്രിപ്പയർഡ് ആയ ചിലത്, ഹെവനിൽ പ്രിപ്പയർഡ് ആയ ചിലത്
വിശ്വസിക്കുന്നവർക്ക് എടുക്കുക. അല്ലെങ്കിൽ ഞാനിത് സ്വീകരിക്കുകയാണ്, ഞാനിത് റിസീവ് ചെയ്യുകയാണ്, ഞാനിത് എടുക്കുകയാണ്. കാലാകാലങ്ങളായി നിങ്ങളുടെ കാതിൽ കേട്ട വാഗ്ദത്തങ്ങൾ, കാലാകാലങ്ങളായി സഭ കേട്ട വാഗ്ദത്തങ്ങൾ, ദീർഘവർഷങ്ങളായി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, നിന്റെ ഹൃദയത്തിൽ നീ കൊണ്ടു നടന്ന സ്വപ്നങ്ങൾ ഇന്ന് പകൽ ആത്മതലത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കുമെന്ന്, അത് നിന്റെ പാത്രത്തിലേക്ക് ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. He is not going to preparing something. He is not going to preparing something. Already he is prepared. Already he is prepared. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, ദൈവം നിന്റെ തലമുറയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്, ദൈവം നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്, ദൈവം നിന്റെ കരിയറിന് ഒരുക്കിയിട്ടുള്ളത്, ദൈവം നിന്റെ കുടുംബത്തിന് ഒരുക്കിയിട്ടുള്ളത്. കരങ്ങളെ തട്ടി ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് എറണാകുളം ചർച്ച് കുറച്ചുകൂടെ ശക്തമായ പറ്റും. അടുത്ത് നിൽക്കുന്ന ആളിന് കൈകൊടുത്ത് പറ, ദൈവത്താൽ ഒരുക്കപ്പെട്ടത് നീയാകുന്ന പാത്രത്തിൽ പകരപ്പെടും. പറഞ്ഞ്, ദൈവത്താൽ ഒരുക്കപ്പെട്ടത്, ദൈവത്താൽ ഒരുക്കപ്പെട്ടത് നീയാകുന്ന പാത്രത്തിൽ പകരപ്പെടും. 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 അതിനെ ഒരു പിശാചിനും, ഒരു ലൂസിഫറിനും, ഒരു അന്ധകാര ശക്തിക്കും, ഒരു മന്ത്രവാദിക്കും, ഒരു ഇരുളിന്റെ വ്യാപാരത്തിനും, ഒരു അസൂയക്കാരനും, ഒരു ശക്തികൾക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? Yes, Pastor. Doing something. ഇത് നീ ഒരുക്കിയതല്ല, ഇത് നിന്റെ അപ്പായോ അമ്മയോ ഒരുക്കിയതല്ല, ഇത് നിന്റെ സഹോദരങ്ങൾ ഒരുക്കിയതല്ല, ഇത് നിന്റെ കുടുംബക്കാർ ഒരുക്കിയതല്ല. ആത്മതലത്തിൽ നിനക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയ ചിലവ്. ഞാന് ഈ കാര്യം ഈ വചനം വായിക്കുമ്പോ അത് കൃത്യമായി സ്നാപക യോഹന്നാനിൽ കാണുകയാണ്. വായി തുറന്ന് പറയാമോ? ദൈവിക സമയം, ദൈവിക സമയം, കൈറോസ്, കൈറോസ്, the appointed time, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം. സഖറിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അബിയാകൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനാണ്. സഖറിയാവ് ഒരു പ്രീസ്റ്റാണ്. അബിയാകൂറിന്റെ നിയമപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനായിരിക്കണം ആലയത്തിൽ ദിനം പ്രതി ചെന്ന് ധൂപം വീശേണ്ടത്, ധൂപം കാട്ടേണ്ടത്. സഖറിയാവിന്റെ ഭാര്യയായ എലിസബത്ത് ആ മലനാടുകളിൽ പാർക്കുന്ന സ്ത്രീകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ബന്ധമുള്ള ഒരു നല്ല സഹോദരിയായിരുന്നു. പക്ഷെ ദീർഘവർഷങ്ങൾ ഇവർക്ക് മക്കളില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ, സ്ഥിരം പള്ളിയിൽ പോകുന്നവന്റെ ജീവിതത്തിൽ, സ്ഥിരം ആരാധനയിൽ പങ്കെടുക്കുന്നവന്റെ ജീവിതത്തിൽ, കുറച്ചും കൂടെ കയറ്റി പറഞ്ഞാൽ ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ സംഭവിച്ചാൽ അത് ഉറപ്പായും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് നാട്ടുകാർ ഈ സഹോദരിക്ക് ഒരു ഇരട്ടപ്പേരിട്ടു, അവളെ മച്ചി എന്ന് വിളിച്ചു. വൈരാഗ്യം കൊണ്ടാണോ, പ്രാർത്ഥിച്ചിട്ട് എവിടെ എന്നുള്ള ചോദ്യം കൊണ്ടാണോ? നിന്റെ ഭർത്താവ് എല്ലാ ദിവസവും ആലയത്തിൽ പോയി ധൂപം കാട്ടുന്ന അബിയാകൂറിന്റെ നിയമപ്രകാരമുള്ള ശുശ്രൂഷകനായിട്ടും, സ്ഥിരം പള്ളി പോയിട്ടും, ശുശ്രൂഷയിൽ നിന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് ഇത് ലഭിച്ചില്ല എന്ന ചോദ്യമാണോ? അറിയില്ല. പക്ഷേ
പരിഹാസങ്ങൾ ധാരാളം കേൾക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ആദ്യത്തെ ദിവസം പറഞ്ഞു, പെനീന ഹന്നായെ വളരെ മുഷിപ്പിച്ചു. കാരണം പെനീനായിക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. നിങ്ങൾക്ക് ചില കുറവുകൾ സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വിരോധമായി പല വിരലുകൾ ചൂണ്ടപ്പെടും. ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും. പക്ഷേ തിരുവെഴുത്തുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം, പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തോടുള്ള ബന്ധം അവസാനിപ്പിക്കരുത്. ആരാധനകളിൽ കോംപ്രമൈസ് ചെയ്യരുത്. ആ ഒരു നിലപാട് ദൈവത്തോടുണ്ടെങ്കിൽ, ആ ഒരു നിലപാടിൽ നിൽക്കുന്നവനെ നിലനിർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ അറിയിക്കുകയാണ്. At any situation, at any circumstances, at any challenge, you never leave the presence of God. You never stop your prayer. Hallelujah. Hallelujah. എന്നാൽ എന്താ സംഭവിച്ചേ? ഒരു ദിവസം ധൂപം കാട്ടുവാൻ നറുക്കുവീണ സക്കരായിക്ക് ആലയത്തിൽ നിന്ന് ധൂപം കാട്ടുമ്പോൾ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷമായി. എന്നിട്ട് പറഞ്ഞ മറുപടി ഇതാണ്, സക്കരായ, നിന്റെ പ്രാർത്ഥന അതിന് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. എന്ന് പറഞ്ഞാൽ നിന്റെ സമയം തുറന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് ആത്മാവിൽ അതിവിടെ കാണുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. What's the meaning of John? The John mean grace. Grace, favor. Hallelujah. Hallelujah. ഈ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. അതൊരു അൺഎക്സ്പെക്ടഡ് ടൈമാണ്. ഈ എക്സ്പെക്ടഡ് ടൈമിൽ, പ്രതീക്ഷിച്ച സമയത്ത് പുള്ളിക്ക് ഇത് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് തുറക്കുന്നത്. I decree and declare, you are going to see the unexpected miracles. I receive it. Unexpected deliverance. I receive it. Unexpected financial breakthrough. Unexpected blessings. Unexpected breakthroughs. Unexpected grace. Unexpected encounter. In the name of Jesus. ബൈബിളിൽ പുതിയ നിയമത്തിൽ ദൈവം പേരിട്ട രണ്ട് വ്യക്തികളെ ഉള്ളൂ. ഒന്ന് സെക്രിയാവിന്റെയും എലിസബത്തിന്റെയും മകനായ സ്നാപക യോഹന്നാൻ. രണ്ട്, ദൈവപുത്രനായ യേശു കർത്താവ്. ആമേൻ. സക്കറിയായോട് ഏഞ്ചൽ പറഞ്ഞു, നീ അവന് ജോൺ എന്ന പേര് വിളിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയത്തോട് ദൂതൻ പറഞ്ഞു, ഗബ്രിയേൽ പറഞ്ഞു, നീ അവന് യേശു എന്ന പേര് വിളിക്കണം. ആമേൻ. ഇവർക്ക് രണ്ടുപേർക്കും പേരിട്ടത് ദൈവമാണ്. കാരണം ഇവർ രണ്ടുപേരും വന്നത് ദൈവത്തിന്റെ സമയത്തിലാണ്. ആമേൻ. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ഈ ദൈവത്തിന്റെ സമയത്തിൽ വരുന്നവന്റെ പേര് ദൈവത്തിന്റെ കയ്യിലാണ്. അവന്റെ പേര് നാട്ടുകാരുടെ കയ്യിലല്ല, അവന്റെ പേര് കമ്മിറ്റിക്കാരുടെ കയ്യിലല്ല, അവന്റെ പേര് കുടുംബക്കാരുടെ കയ്യിലല്ല. ഇന്ന് പകൽ ഹെവനിൽ, സ്വർഗത്തിൽ ആ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. ആമേൻ. ലിസൺ, ഈ പുരോഹിത
പുരോഹിതന്റെ മക്കളാണ് ഈ ജനറേഷൻസ്. ബൈബിൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കൂറുകളിലുള്ള പുരോഹിതന്മാരുണ്ട്. അതിൽ പ്രീസ്റ്റ് പുരോഹിതന്മാരുടെ ജനറേഷൻസിലേക്കാണ് ഈ പ്രീസ്റ്റ്ഹുഡ് അഥവാ പൗരോഹിത്യം കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കരായ കഴിഞ്ഞാൽ അടുത്ത പുരോഹിതനാകേണ്ട ആള് ഉറപ്പായിട്ടും ഈ ജോണാണ്. പക്ഷേ ജോണിന്റെ മേളിൽ ഇങ്ങനൊരു പ്രോമിസ് കിടക്കുകയാണ്. എന്താണ് ആ പ്രോമിസ്? അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് തിരിവിനെ കൊണ്ടുവരാൻ കണ്ടവനാണ്. ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറയുമ്പോ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ ഫാസ്റ്റിംഗ് പ്രയറിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഈ തിരുവെഴുത്ത് കേൾക്കുന്ന വ്യക്തികളോട് പറയുന്നു, ദൈവത്തിന് മാത്രം ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തിരിവുകൾ. ഇത് ഞാൻ പറയുമ്പോൾ കുടുംബങ്ങളോട് പറയുന്നു, നിന്റെ തലമുറകളെ ദൈവത്തിന് തിരിക്കാൻ കഴിയും. ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക മേഖലകളെ തിരിക്കാൻ കഴിയും. Anytime God can do that. Let us say everyone here turn. Let us say everyone here turn. Turn. My God is the God of turn and turnings. Amen. I receive it. ആരെങ്കിലും ഡെസ്പാണോ? ആരെങ്കിലും ഡെസ്പറേറ്റഡ് ആണോ? മക്കളെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ ലിസ്റ്റിൽ പേരുള്ളവനെ, ദൈവത്തിന്റെ ലിസ്റ്റിൽ പേരുള്ളവനെ, നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിന്റെ അവസ്ഥ എന്തുമാകട്ടെ, നീ അനുഭവിക്കുന്ന വെല്ലുവിളി എന്തുമാകട്ടെ, ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. പല മേഖലകളിൽ, പല സാഹചര്യങ്ങളിൽ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. യെസ്. തിരിവെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഈ ദൈവം എടുപ്പിക്കുന്ന ടേൺസ് ഉണ്ടല്ലോ, തിരിവ്, അതൊരു ഒരാഴ്ചത്തേക്കുള്ള തിരിവായിരിക്കത്തില്ല. ദൈവം ഒരു ടേൺ കൊണ്ടുവന്നാൽ അതവന്റെ ലൈഫ് എൻഡ് വരുന്ന ഒരു ടേൺ ആയിരിക്കും. തെളിയിക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ തെളിയിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, അതിന്റെ 2-ാം വാക്യത്തിൽ നിങ്ങൾ തിരിഞ്ഞ്, ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ്, that they turn and encamp and they turn, നിങ്ങൾ തിരിയുക. എത്ര പേരോടാ തിരിയാൻ പറഞ്ഞത്? Nearest 40 lakh people. Nearest. Hallelujah. Hallelujah. അത് ദൈവം ആരോടാ പറഞ്ഞത്? മോശയോട്. വണ്ടി തിരിക്ക് എന്ന് പറയണമെങ്കിൽ ഇപ്പൊ പോകുന്ന റൂട്ടിൽ നിന്ന് വേറൊരു റൂട്ട് എടുക്കാനാണ്. ഇതാണ് ദൈവം ഇതുവരെ ചെയ്യാതിരുന്നത്. എന്നാ ചെയ്യായിരുന്നേ? ഇത്രയും വർഷമായിട്ട് ഈ മരുഭൂമിയിലൂടെ നടക്കുന്നവർക്ക് ദൈവം കനാനിലോട്ട് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തോ? റൂട്ട് മാപ്പ് കൊടുത്തോ? കൊടുത്തില്ല. പക്ഷെ ഒരു ദിവസം, ഒരു അൺഎക്സ്പെക്ടഡ് ടൈമിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഞാനിത് വീണ്ടും ആവർത്തിക്കുമ്പോ എനിക്കറിയാം ഇത് ചിലരുടെ മേളിൽ വന്ന് വീഴുന്ന സാധനമാണ്. മോശയോട് ദൈവം പറഞ്ഞു,
ഇത്രയും ദിവസം ബാർകോഡും GPS-ഉം പോസ്റ്റ് കോഡും ഒന്നും ഇല്ലാതെ നടന്ന ഈ കൂട്ടത്തോട് ഒരു ദിവസം ദൈവം എന്ന് പറയുന്നു, മോശേ നിങ്ങൾ തിരിയ്, ഞാനൊരു തിരിവിനെ കൊണ്ടുവരികയാണ്, നിങ്ങൾ തിരിയ്. എന്നിട്ട് പീഹാഹിരോത്തിനരികെ പോയി പാളയിറങ്ങാം. മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ പോകും. അയ്യോ, ഇത് മോശ അനുസരിക്കത്തില്ലേ? കാരണം ഇത്രയും ദിവസം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം കൂടെ ഇരുന്ന് അവരെ നടത്തുന്നെങ്കിലും ഇവർക്ക് കൃത്യമായിട്ട് വഴി അറിയത്തില്ല. ഈ നിങ്ങൾ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴി ചോദിക്കാൻ ഒരാളെ വഴി കണ്ടാൽ വലിയ ആശ്വാസമാണോ? അതുപോലെ അദ്ദേഹം വഴി പറഞ്ഞു കൊടുത്തേ, തിരിയാൻ പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവത്തിനൊരു കൂട്ടത്തെയോ ഒരുത്തനെയോ എത്തിക്കാൻ ദൈവം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് സകലവും തിരിക്കും. സകല സംവിധാനവും നിനക്ക് വേണ്ടി തിരിക്കും. മോശ അതനുസരിച്ചു. ദൈവം എന്നാ പറയുന്നെന്ന് വെയിറ്റ് ചെയ്ത് നടക്കുന്ന ആളാണ് മോസസ്. മോസസ് അതനുസരിച്ചു. മോശ തിരിഞ്ഞു. ഈ താറാക്കൂട്ടങ്ങളെ, താറാവുകളെ കൊണ്ട് നടക്കുന്ന താറാവുകാരൻ നിങ്ങളൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഈ താറാവുകാരൻ തിരിയുമ്പോ താറാക്കൂട്ടങ്ങൾ തിരിയുന്നത് പോലെ മോശ തിരിഞ്ഞപ്പോ കൂടുള്ളത് മുഴുവൻ തിരിഞ്ഞു. ഇനി എല്ലാ മോശമാരുടെയും ശ്രദ്ധയ്ക്ക്, മോശ തിരിഞ്ഞാൽ മോശ തിരിഞ്ഞെടുത്തോട്ട് ജനവും തിരിയും. അതുകൊണ്ട് മോശമാരെ, നിങ്ങൾ തിരിയുന്നത് നല്ല രീതിയിലെ തിരിയാവൂ, തല തിരിയരുത്. ഹലോ, ജനവും തിരിഞ്ഞു. നിങ്ങൾക്കറിയോ, ദൈവം പറഞ്ഞ റൂട്ടിലായിരുന്നു, ദൈവം കൊണ്ടുവന്ന തിരിവിലായിരുന്നു ഇന്ന് വരെ കാണാത്ത ചെങ്കടൽ. ശരിക്കും പറഞ്ഞാൽ ചെങ്കടലിന്റെ മുമ്പിൽ ഇവർ വന്ന് പെട്ടു. അതാണ് മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിൽ കൂടെ ദൈവം പോകാൻ പറഞ്ഞു. ചെങ്കടലിന്റെ മുമ്പിൽ ഇവരെത്തി. ഇവരിത് എക്സ്പെക്ട് ചെയ്തല്ല, ദൈവം പറഞ്ഞ റൂട്ട് എടുത്തതാണ്. ദൈവിക തിരിവുകൾക്കകത്ത് നമ്മൾ ചിന്തിക്കാത്ത ചില തടസ്സങ്ങൾ ചിലപ്പോ കണ്ടെന്ന് വരാം. പക്ഷെ അത് എഴുതി വെച്ചോ, അതൊരിക്കലും നിന്റെ തടസ്സമല്ല. ഞാനിത് ആരോടൊക്കെ പ്രവചിക്കുകയാണെന്ന് എനിക്കറിയാം. പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചലഞ്ചുകൾ ദൈവിക തിരിവുകൾക്കകത്ത് വരാം. അത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ. സങ്കടകരമല്ല, ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇവരെല്ലാം ചെങ്കടലിന് മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ്. വിശ്വാസികളല്ലേ? അവരവരുടെ പണി തുടങ്ങി. എന്തോ അവരുടെ പണി? പാട്ട് പാടുന്നതോ? അവര് വിറുവിറുക്കാൻ തുടങ്ങി. എന്നിട്ട് ദൈവം തമ്പുരാൻ ചെന്ന് ഫറവോയോട് പറഞ്ഞു, എന്നെ കേട്ടെ, ഫറവോ നീ അറിഞ്ഞോ, പിന്നെ ഇവിടുന്ന് ചോരത്തളിയും പെസഹായുടെ ദിനത്തിൽ ശുശ്രൂഷകളും ഒക്കെ ചെയ്ത് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിപ്പോയില്ലേ നിന്റെ അടുത്തൊന്നും? ഇപ്പൊ ആരും ഇല്ലല്ലോ പണിയെടുക്കാനൊന്നും. കട്ടക്കമ്പനിയിലൊന്നും ആളില്ലല്ലോ ഇപ്പോ, എല്ലാം പോയില്ലേ? എന്നാ നീ കേട്ടോ, അവരെങ്ങ് എത്തിയിട്ടില്ല. ദേ ചെങ്കടലിന്റെ മുമ്പിൽ പെട്ടുകിടപ്പുണ്ട്. ഇറങ്ങി തിരിച്ചവൻ പെട്ടുകിടപ്പുണ്ട്, വഴിയിൽ കിടപ്പുണ്ട്. ഇത് ദൈവം മോശയോട് അറിയിക്കുക. എന്നെ ശ്രദ്ധിച്ചേ, മോശയോട് അറിയിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പറയാം. നീ കൊച്ചിക്കാരനെ കേട്ടെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പ്രശ്നത്തിൽ പെട്ടതല്ല, നമ്മൾ പ്രശ്നത്തിൽ പെട്ടു എന്ന് നമ്മെ ഇഷ്ടമല്ലാത്തവൻ അറിഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ശരിയാണോ?
നിങ്ങളുടെ വീട്ടിൽ കരണ്ട് പോയതല്ല നിങ്ങളുടെ പ്രശ്നം, അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഇല്ലയോ? ഒരു കുഴപ്പമില്ല. ഹലോ, ഫറവോ അറിഞ്ഞു. ഉടനെ ദൈവം ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ആ സീൻ ഒന്ന് കാണണേ. ദൈവം ഇങ്ങനെ ഫറവോയെ നോക്കി നിൽക്കുകയാണ്. ഫറവോ, നീ അറിഞ്ഞോ? ഇറങ്ങിയവൻ എങ്ങും എത്തിയില്ല, അവൻ ചെങ്കടലിന് മുമ്പിൽ പെട്ട് കിടപ്പുണ്ട്. ഉടനെ ഫറവോ ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണേ, ഞാൻ അവരെ പിടിക്കും, ഞങ്ങൾ അവരെ പിന്തുടരും. ആഹാ, ഞങ്ങൾ അവനെ പിടിക്കും, ഞങ്ങൾ അവരെ പിന്തുടരും. ദൈവ ഹൃദയത്തിൽ പറയുകയാണ്, നീ പിന്തുടരണം, നീ പിടിക്കാൻ ഇറങ്ങി വരണം. നീ ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഈ മുഴുവൻ സെറ്റപ്പും. മനസ്സിലായില്ല? ഈ കൂട്ടങ്ങളെ മുഴുവൻ ദൈവം പുറത്തിറക്കിക്കൊണ്ടുവന്നു. ഇസ്രായേൽ ജനത്തെ പിന്തുടരും, പിടിക്കുമെന്ന് പറഞ്ഞ് ഫറവോയും കൂട്ടരും ഭയങ്കര ശക്തമായ നിലയിൽ മുന്നേറുകയാണ്. ഈ ജനം മുഴുവൻ പിറുപിറുക്കുമ്പോഴും പിറകിൽ ഫറവോനും സൈന്യവും വരുമ്പോഴും മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു. ഈ പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പുള്ളി പിറുപിറുക്കുന്നില്ല, പുള്ളി പിറുപിറുക്കാത്ത ആളല്ല. മോശ ദേഷ്യമില്ലാത്ത ആളല്ല. പറഞ്ഞേ, മോശമാർക്കും ദേഷ്യമുണ്ട്. പറഞ്ഞേ, മോശയ്ക്ക് ദേഷ്യം വരാത്ത ആളല്ല. പക്ഷെ ദൈവം മോശയെ നോക്കി പറഞ്ഞത്, അവനെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. പക്ഷെ മിസ്രൈമ്യ പാളയത്തിൽ ഒരു രാത്രിയിൽ വേണ്ടാത്തൊരു പണി കാണിച്ചവനെ ഒറ്റ രാത്രി പിടിച്ചോണ്ട് പോയി കല്ലിന് അടിച്ചു കൊന്ന് കുഴിച്ചിട്ടവനാണ് മോശ, ഒറ്റയ്ക്ക്. ഹലോ, ദൈവം പറയുന്നു, ഇവനെ പോലെ സൗമ്യനായ ഒരുത്തരെ ഞാൻ കണ്ടിട്ടില്ല. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോ ദേഷ്യം വന്നിട്ട് പാറയിൽ അടിച്ചു. ഹലോ, ഇവിടെ ദേഷ്യമുള്ളവരില്ല, അങ്ങ് നേപ്പാളിലൊക്കെ ഉണ്ട്, ദൂര സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോ പക്ഷെ ഇവിടെ മോശ ദേഷ്യപ്പെടുന്നില്ല, ഇവിടെ മോശ ആങ്ഷ്യസ് ആകുന്നില്ല, ഇവിടെ മോശ വറീഡ് ആകുന്നില്ല. മോശ എന്തോ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പൊ ഇറങ്ങി വന്ന വരവിലെ ഒരു വാഗ്ദത്തം വീണിരുന്നു. അതെന്നാന്നറിയോ? ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ കാണുകയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് പകലിൽ ചില സാഹചര്യങ്ങളിൽ ഞാൻ പതറാത്തത്, പകരാത്തത്, എനിക്ക് ആൻസൈറ്റി വരാത്തത്, ഡിസ്കറേജ്ഡ് ആകാത്തത് ഒരൊറ്റ റീസൺ കൊണ്ടാണ്. എന്റെ കൈ മുതൽ ദൈവം തന്ന വാഗ്ദത്തമാണ്. ആ പ്രോമിസ് ഉള്ളവർക്ക് മാത്രം ദൈവത്തിന് നന്ദി പറയാം. How many people are carrying the promise of God? ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഒരു ഭൂപടത്തിലും ഇല്ലാത്ത ഒരു ഹൈവേ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്ന് കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് ചെങ്കടൽ വിഭാഗിച്ച് തന്റെ മക്കളെ മറുകരയിൽ ദൈവം എത്തിച്ചു. ഇതിന് കാരണം എന്നാണെന്നറിയോ? ഇതുവരെ പീഡിപ്പിച്ച, ഇതുവരെ ഉപദ്രവിച്ച, ഇതുവരെ എതിർത്ത ദൈവനിഷേധികളായ ഫറവോയെയും കൂട്ടത്തെയും അതേ വെള്ളത്തിനകത്ത് തന്നെ ദൈവം കണക്ക് തീർത്തു. ഈ ദൈവിക കാൽക്കുലേഷൻ ഉണ്ട്. ദൈവിക സമയം പോലെ തന്നെ ദൈവികമായ കാൽക്കുലേഷൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കരമാണ്, അസാധാരണമാണ്. അതൊക്കെ നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ മുക്കിക്കൊന്നവന്റെ അവസാനം ICUവിലല്ലായിരുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് കൊന്നവന്റെ അവസാനം വെള്ളത്തിൽ തന്നെയായിരുന്നു. ഈ നിങ്ങള് കൂളായിട്ടിരിക്കുന്നേ, ശാന്തമായിട്ടിരിക്കുക. നമ്മൾ ഈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല.
സകലതും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നൊന്നും പറയുന്നത് വെറുതെ അല്ല. നിങ്ങളുടെ കാൽക്കുലേഷൻ അല്ല ദൈവത്തിന്റെ കാൽക്കുലേഷൻ. Amen. അത് കൃത്യമായിരിക്കും, അത് കറക്റ്റ് ആയിരിക്കും. ഈ മോശക്കുഞ്ഞിനെ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. മോശക്കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്താക്കി നൈൽ നദിയിലേക്ക് ജാക്കോബേ, മോശയുടെ അമ്മ, മോശയുടെ സഹോദരിയായ മിരിയവും കൂടെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുക. നിങ്ങൾക്കറിയാമോ, ഈ വെള്ളം ഒഴുകുന്നത് അതിന്റെ ഫ്ലോ, തിരമാലയാണെങ്കിലും വെള്ളമാണെങ്കിലും അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് കാറ്റുകൾക്കനുസരിച്ചായിരിക്കും, കാലാവസ്ഥകൾക്ക് അനുസൃതമായിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? Yes. Amen. എപ്പോഴും ഒരേ സ്പീഡിലല്ല നദി ഒഴുകുന്നത്. പ്രത്യേകിച്ച് നൈല് പോലുള്ള നദി ഒരേ സ്പീഡിലല്ല എപ്പോഴും ഒഴുകുന്നത്. ഇത് നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്തവണാണല്ലോ ഇരിക്കണേ. ഈ ഞാങ്ങണ പെട്ടകം, ഈ ഞാങ്ങണ ചെറിയ ബാസ്ക്കറ്റ്, കീല് തേച്ച ഈ ചെറിയ ബാസ്ക്കറ്റ്, അത് ഈ കുഞ്ഞുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ട് യാക്കോബേതും മിരിയവും ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്. ഇത് കൃത്യമായി ഫറവോന്റെ പുത്രി കുളിക്കടവിൽ കുളിക്കാൻ ഇറങ്ങി വന്ന് കുളി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് അവിടെ എത്തണം. എന്നാൽ മാത്രമേ പ്രോജക്റ്റ് ഫിനിഷ് ആവും. Amen. പിടി കിട്ടുന്നുണ്ടോ? ഈ വെള്ളം ഭയങ്കര സ്പീഡിൽ ഒഴുകിയാൽ ഈ പുള്ളിക്കാരി വരുന്നതിന് മുമ്പ് കുഞ്ഞങ്ങപ്പുറത്ത് പോകും. ഈ കൊച്ചു പതുക്കെ ഒഴുകിയാൽ ഈ പുള്ളിക്കാരി കാണത്തില്ല, ഇവർ അടുത്തെത്തത്തില്ല. കൃത്യമായ ടൈമിങ് വെള്ളത്തിനകത്ത് സെറ്റ് ചെയ്ത് അതിന്റെ ഒഴുക്കുകളെ നിയന്ത്രിച്ച് എത്തിക്കേണ്ടവനെ എത്തിക്കേണ്ടടുത്തും കാണേണ്ടവനെ കാണേണ്ടവളുടെ മുൻപിലും എടുക്കേണ്ട കൈയെത്തുന്ന ദൂരത്ത് എന്റെ ദൈവം കൊണ്ടുവന്നെങ്കിൽ എന്റെ ദൈവത്തിന്റെ കാൽക്കുലേഷൻ തെറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച്, എന്റെ ദൈവത്തിന്റെ കാൽക്കുലേഷൻ തെറ്റുകയില്ല. Oh, I'm feeling the anointing of God. Amen. അപ്പോൾ എന്താണ് യോഹന്നാന്റെ പ്രത്യേകത? ഞാൻ അതിലേക്കാണ് വരുന്നത്. തിരിവുകൾക്ക് വേണ്ടി കണ്ടവൻ. Amen. പുരോഹിതന്റെ വസ്ത്രമണിഞ്ഞ് അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട വ്യക്തി ആരാണ്? ജോൺ, യോഹന്നാൻ. എന്താ പുരോഹിതന്റെ വസ്ത്രം? എങ്ങും ഇവിടെ ഒന്നും മേടിക്കാൻ കിട്ടില്ല, താങ്ങാൻ പറ്റുന്ന വസ്ത്രമല്ല അതൊന്നും. പുരോഹിതന്റെ വസ്ത്രം എങ്ങനെയുള്ളതെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? എന്നാ വായിച്ചിട്ടുള്ളത്? എൽപിയും വാനുസേനും ഒന്നുമല്ല. പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയാൽ നിർമ്മിതമായതാണ്. ഈ പീതരത്നം, മാണിക്യം, വൈഡൂര്യം എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, ഇതെല്ലാം ഡയമണ്ട്സിന്റെ കാറ്റഗറി വരുന്നതാണ്. ഹലോ, അങ്ങനെ ഒരാൾ ഒരു ഉടുപ്പ് തൊട്ട് ഇവിടെ വന്നു നിന്ന പുള്ളിക്ക് സ്വത്രാഴ്ച കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുമോ? പക്ഷെ അബ്രഹാം തന്റെ ദശാംശം തന്റെ പുരോഹിതനായ മൽക്കീസേദെക്കിന്റെ കൈ കൊടുത്തു. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങളുടെ മൂഡ് കളയുന്നില്ല. ചേർന്ന് ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ജോർദാനിൽ നിൽക്കുമ്പോ പുള്ളിയുടെ ഡ്രസ് കോഡ് നോക്കിയേ. എന്താണ് ഡ്രസ് കോഡ്? ഒട്ടകത്തിന്റെ തോലിനാൽ നിർമ്മിതമായ ഒരു വസ്ത്രം. ഇത് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പ്രവാചകന്റെ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അവൻ വരുമെന്ന് വായിച്ചില്ലേ? ചേർന്ന് രാമീൻ പറയാവോ? ഇവർ രണ്ടുപേരും ഈ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരുമെന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഏലിയാവിന്റെ സ്പിരിറ്റ് എന്നല്ല അതിന്റെ അർത്ഥം.
മനസ്സിലാവുന്നുണ്ടോ? ഈ യോഹന്നാന്റെ മേളിൽ ഹോളി സ്പിരിറ്റ് തന്നെയായിരുന്നു. 1:17 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അവൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ജനങ്ങളെ തിരിക്കാൻ ആ ശക്തിയോടുകൂടെ വരുമെന്നുള്ളത്. ദ സെയിം ബോൾഡ്നെസ് ടു കൺഫ്രണ്ട് സിൻ എന്ന് പറഞ്ഞാൽ, ഏലിയാവ് ജനത്തെ പാപബോധം വരുത്തിയതുപോലെ പാപബോധം വരുത്തിയ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ഇവർ രണ്ടുപേരിലും ഒരുപോലത്തെ പ്രൊഫറ്റിക് അതോറിറ്റി ആയിരുന്നു. Amen. അതുകൊണ്ട് തന്നെ ഡ്രസ് കോഡും സെയിം ആയിരുന്നു.